السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر ولله الحمد. ഏറ്റവും സ്നേഹമുള്ള വിശ്വാസിനികളെ, ഈദുൽ അദ്ഹ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും എൻ്റെ മനസ്സ് നിറഞ്ഞ ബലിപെരുന്നാൾ അഥവാ ഈദുൽ അദ്ഹയുടെ ആശംസകൾ അറിയിക്കുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ ആഘോഷവും ഇബാദത്തുകളും ഈ നിസ്കാരവും അടക്കം സ്വീകരിച്ച് ഖബൂൽ ചെയ്ത് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് യൗമുൻ നഹർ, ബലിയുടെ ഈ ദിവസമായ ബലിപെരുന്നാളിൻ്റെ ദിവസമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. ലോകത്ത് നിലനിൽക്കുന്ന 3 പ്രബല സെമിറ്റിക് മതവിഭാഗങ്ങളിലും ക്രൈസ്തവ, യഹൂദ, ഇസ്ലാം മതങ്ങളിൽ ഈ 3 മതങ്ങളിലും വളരെയേറെ പ്രാധാന്യത്തോടുകൂടി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഈ 3 മതങ്ങളും ഇബ്രാഹീമിൽ ലോക ജനതയ്ക്ക് മാതൃകയുണ്ട് എന്ന് പഠിപ്പിക്കുന്നതായി കാണാവുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിമനോഹരമായ 11 ഗുണങ്ങളിലൂടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്, ഖുൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരു മനുഷ്യന് ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ടുന്ന ഈ ഗുണങ്ങളൊക്കെയുമുള്ള ഇബ്രാഹിമിനെ കുറിച്ച് വളരെ സത്യസന്ധമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ ആദർശത്തെ പിന്തുടരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ബി സിയിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതം.
4000 വർഷങ്ങൾക്കപ്പുറത്താണ്. ഈ 4000 വർഷം കൊണ്ട് മനുഷ്യകുലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിത സാഹചര്യത്തിൽ ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൃത്രിമ ബുദ്ധിയുടെ ഈ പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യനിലും ഒരു പരിഷ്കാരവും സയൻസ് വികസിച്ചിട്ടില്ലാത്ത, ശാസ്ത്രം പുരോഗതി പ്രാപിച്ചിട്ടില്ലാത്ത BC 2000-നും അപ്പുറം ജീവിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതം എന്തുകൊണ്ട് മാതൃകയാകുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട്. പുതിയ മനുഷ്യന് ഇബ്രാഹീമിൽ പഠിക്കാൻ എന്തുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആ 13 ഒരു മനുഷ്യനുണ്ടാകേണ്ടുന്ന 11 ഗുണങ്ങളോളം സൂചിപ്പിച്ചുകൊണ്ട് ഇബ്രാഹീമിനെ പരിചയപ്പെടുത്തുന്നത്. ആലോചിച്ച് നോക്കൂ, ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ച കാലത്തും മനുഷ്യൻ്റെ ജീവിതം, ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം നിർണയിക്കുന്നത് ആകാശത്തിലെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളുമാണ് എന്ന് വിശ്വസിക്കുന്ന സയൻറ്റിസ്റ്റുകൾ അടക്കമുള്ള ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന കാലത്താണ്. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരിത്തിരി പോലും ശാസ്ത്രീയമായ ചിന്തകൾ പുരോഗമിച്ചിട്ടില്ലാത്തൊരു കാലത്ത് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഒന്നും ദൈവമാകാൻ യോഗ്യതയുള്ളതല്ല എന്ന് ആ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത്രത്തോളം പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെയുള്ള മനുഷ്യന് മുഴുവനും മാതൃകയുണ്ട് എന്ന് പറയാൻ മാത്രം ആ മനുഷ്യൻ്റെ, ആ പ്രവാചകന്റെ വളർച്ച എന്തുകൊണ്ടുണ്ടായി എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ എന്നാണ്. എന്തുകൊണ്ടാണ് ലോകത്തെ ഖിയാമത്ത് നാൾ വരെയുമുള്ള മനുഷ്യർക്ക് മുഴുവനും ഈ 4000 വർഷങ്ങൾക്കപ്പുറമുള്ള ജീവിച്ചൊരു മനുഷ്യൻ മാതൃകയായിത്തീരുന്നത്? ആ ഒരു സ്റ്റേജിലേക്ക് വളരാൻ ഇബ്രാഹീമിനെ സഹായിച്ചത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ജീവിത നിലപാടായിരുന്നു എന്നാണ്. ആ ജീവിത നിലപാട് എന്തായിരുന്നു? ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അദ്ദേഹത്തിൻ്റെ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്, നീ അല്ലാഹുവിന് കീഴൊതുങ്ങണം, ഇസ്ലാമാകണം, മുസ്ലിമാവണം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കൽപ്പന അതേപോലെ ശിരസാ വഹിക്കുന്നു എന്നാണ്. ഞാൻ ഇതാ റബ്ബുൽ ആലമീനായ ലോകത്തിൻ്റെ രക്ഷിതാവിന് കീഴൊതുങ്ങുന്നു എന്നാണ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുടനീളം നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒട്ടേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഈ ജീവിത നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ സഹായം ആ പ്രവാചകന് ഓരോ സന്നിഗ്ധ ഘട്ടത്തിലും പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളിലും ഉണ്ടായി എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നതാണ്. ജീവിതത്തിൻ്റെ, വിശ്വാസിയുടെ ജീവിത നിലപാട് ഇതാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും കീഴൊതുങ്ങുന്ന ആ ഇസ്ലാമിൻ്റെ കീഴൊതുക്കത്തിൻ്റെ, വണങ്ങലിൻ്റെ, വിധേയനാവേണ്ടതിൻ്റെ ജീവിത നിലപാട് സ്വീകരിക്കുമ്പോൾ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കുമെന്നാണ്. നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ, നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അല്ലാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്നാണ് നമ്മളത് കാണുകയാണ്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ വല്ലാത്തൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ഒരു മനുഷ്യൻ്റെ കേവല ബുദ്ധിയിൽ വെച്ച് ചിന്തിച്ചാൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ലാത്തിടത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ രക്ഷ അദ്ദേഹത്തിന് എത്തുകയുമാണ്. ഇനി നോക്കൂ നിങ്ങൾ, വാർദ്ധക്യത്തിൽ ഏറെ 80 വയസ്സിലപ്പുറം ആയിട്ട് പോലും ഒരു സന്താനം കിട്ടാനുള്ള, ഒരു മക്കളുണ്ടാവാനുള്ള ഭാഗ്യമില്ലാതിരുന്നപ്പോൾ ഒരു ശാസ്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനും പറയാൻ പറ്റാത്തൊരു പ്രായത്തിൽ ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ പറ്റാത്ത, അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രായത്തിൽ അദ്ദേഹം തൻ്റെ പ്രാർത്ഥന നിർത്തുന്നില്ല. നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ അദ്ദേഹത്തിന് അവസാനം മക്കളുണ്ടാവുന്നു. നോക്കൂ നിങ്ങൾ, ആ കിട്ടിയ മകനെയും ഭാര്യയെയും അവിടെ ഒരു സസ്യം പോലും മുളക്കാത്ത മക്കയുടെ ഊഷരമായ മരുഭൂമിയിൽ ഇട്ടേച്ചു പോരുന്ന സന്ദർഭത്തിലും അവരുടെ തുണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവുകയാണ്. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികൾക്ക് നൽകുന്ന തവക്കുലിൻ്റെ പാഠം. സഹോദരങ്ങളെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയതുപോലുള്ള ഒരു പരീക്ഷണങ്ങളും നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. അതിൻ്റെ 100% പോലുമുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ നമ്മളാരും കടന്നുപോയിട്ടില്ല. എന്നാൽ ചെറിയ പരീക്ഷണങ്ങളൊക്കെ വരുമ്പോഴേക്കും, ചെറിയ രോഗാവസ്ഥകൾ ഉണ്ടാകുമ്പോഴേക്കും, ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ
ഈമാനോടുകൂടി തവക്കുലിന്റെ വിശ്വാസത്തോടു കൂടി പിടിച്ചു നിൽക്കുവാൻ നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഓരോ ബലിപെരുന്നാളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പ്രതിസന്ധി അള്ളാഹുവിൻ്റെ ഈ പ്രവാചകന്റെ ജീവിതം എനിക്ക് പാഠമായോ എന്നതാണ്, എനിക്ക് സ്വാന്തനമായോ എന്നതാണ്. അള്ളാഹുവിൻ്റെ തവക്കുലാക്കുമ്പോൾ എൻ്റെ രക്ഷക്ക് അള്ളാഹു ഉണ്ടാകുമെന്ന ഈമാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കുവാൻ ബലിപെരുന്നാളിന് സാധിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. സഹോദരങ്ങളെ, ആ ചോദ്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. നോക്കൂ നിങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ ഇന്ന് സൈക്യാട്രിസ്റ്റുകളുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെയും എണ്ണം കൂടി വരിക. എന്തേ? മുസ്ലിം സമൂഹത്തിൽ, പ്രത്യേകിച്ചും മലബാറിലൊക്കെ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളാണ് അവരുടെ ക്ലയൻസിൽ അധികവും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഡിപ്രഷനാണ്. ഇതുപോലെയുള്ള ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ വന്ന് ജീവിതം തകരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനകൾ, അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ, അതേപോലെ തന്നെ ജീവിതത്തിൽ വരുന്ന ചെറിയ ശാരീരിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ നിസ്സാരമായി കാണുകയല്ല സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ ഈ പ്രവാചകൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ച വലിയൊരു മാതൃകയുണ്ട്. അത് നമുക്കൊക്കെ കരുത്താവണം. റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ ഞാൻ തവക്കുൽ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുമെന്ന ഉദാത്തമായ വിശ്വാസം ഉണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, ഓരോ ബലിപെരുന്നാളും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് പടച്ച റബ്ബ് നമ്മുടെ സഹായത്തിനെത്തുമെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് ചെറുതും വലുതുമായ പരീക്ഷണങ്ങളിലും ഇബ്രാഹിമി മില്ലത്ത് സ്വീകരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈമാനിൻ്റെ സമാശ്വാസം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കുടുംബം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഭാര്യ ഹാജർ, 3 പേരും ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും അള്ളാഹുവിൽ ഈ പറഞ്ഞ തവക്കുലിൻ്റെയും ഉറച്ച വിശ്വാസത്തിൻ്റെ ഒരു കുടുംബ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ കണ്ടു. എന്നാൽ വാർദ്ധക്യ കാലത്ത് കിട്ടിയ മകനോട് പറയാൻ, ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, മകനെ നിന്നെ അറുക്കുന്നതായി ഞാൻ സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ ആ മകൻ്റെ മറുപടി, ഉപ്പ അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് അങ്ങ് ചെയ്തു കൊള്ളുക, ഇൻഷാ അല്ലാഹ് ക്ഷമാലുക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാവുന്നതാണ് എന്ന് പറയാവുന്നിടത്തേക്ക് ഒരു മകനെ വളർത്തിയ രക്ഷിതാവ്, ആ രക്ഷിതാവിനൊത്ത് വളർന്നൊരു മകൻ, ആ കുടുംബമാണ് നമ്മുടെ മാതൃക. നോക്കൂ നിങ്ങൾ, ഹാജറിന്റെ ചരിത്രം പറയുമ്പോൾ ആ ഒരു സസ്യം പോലും വളർന്നിട്ടില്ലാത്ത മക്കയുടെ ഊഷരമായ മരുഭൂമിയിൽ ആ സ്ത്രീയെയും പിഞ്ചു പൈതലിനെയും അവിടെ തനിച്ചാക്കി പോരുമ്പോൾ തിരിഞ്ഞു നോക്കാതെ പോരുകയാണ്. കാരണം എന്താണെന്നറിയോ? മാനുഷികമായ വൈകാരിക അവസ്ഥകൾ ഒരു മനുഷ്യനുണ്ടാകും, സ്വാഭാവികമാണ്. തൻ്റെ ഭാര്യയും കുഞ്ഞുമാണ് അവിടെയുള്ളത്. തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഇബ്രാഹിമിനോട് ഹാജറിൻ്റെ ഒരു ചോദ്യമുണ്ട്. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടൊരു ചോദ്യം. അല്ലാഹു അമറക യാ ഇബ്രാഹിം, അല്ലാഹു അമറക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ അല്ലാഹു കൽപ്പിച്ചതിൻ്റെ പേരിലാണോ അങ്ങിങ്ങനെ ചെയ്തിട്ടുള്ളത്? തിരിഞ്ഞു നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒറ്റ ഉത്തരമേ പറഞ്ഞിട്ടുള്ളൂ, നഅം, അതേ ഹാജർ. ആ ഉത്തരത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഉറപ്പായും പടച്ച റബ്ബിൻ്റെ സഹായമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആ ഈമാനിൻ്റെ സമാധാനം, ഈമാൻ എന്ന പദം പഠിപ്പിക്കുന്ന പോലെ നിർഭയത്വത്തിൻ്റെ വിശ്വാസം നൽകുന്ന ഒരു ഈമാൻ ആണ് ഹാജറിൻ്റെയും ഇസ്മായിലിൻ്റെയും ഇബ്രാഹിമിൻ്റെയും കുടുംബം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. പുതിയ കാലത്ത് ചില അക്കങ്ങൾ പോലും മനുഷ്യരെ പേടിപ്പിക്കുന്ന കാലത്താണ് പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ചില അക്കങ്ങളുള്ള, ചില നമ്പറുകളുള്ള വീടുകളും വാഹനങ്ങളും വരെ അത് എൻ്റെ ഭാവിയെ നഷ്ടപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നവർ, നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലത്താണ്. അവിടെയാണ്
ഈമാൻ എന്ന് പറയുന്ന നിർഭയത്വത്തിന്റെ വിശ്വാസം നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിലിൻ്റെയും ഹാജറിൻ്റെയും അലൈഹിമുസ്സലാം മാതൃകകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നതോടൊപ്പം ഈ ബലിപെരുന്നാളിന് ഓർമ്മിപ്പിക്കാതെ കടന്നു പോകാൻ പറ്റാത്ത ഒരു സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ അറഫയിലെ പ്രസംഗമാണ്. മനുഷ്യാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരുന്നു. ആധുനിക മനുഷ്യൻ സാമൂഹിക അവകാശങ്ങളെക്കുറിച്ച്, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ 1,00,000-ലധികം വരുന്ന സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഖുത്ബത്തുൽ വിദാഇൽ എന്താ പറഞ്ഞതെന്നറിയോ? അല കുല്ലു ഷൈഇൻ മിൻ അംറിൽ ജാഹിലിയ്യതി തഹ്ത ഖദമയ്യ മഅ്ലൂം എന്ന് തുടങ്ങിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തമായ ഒരു അറഫ പ്രസംഗമുണ്ട്. സഹോദരങ്ങളെ, പുതിയ കാലത്ത് ഏറെ ചിന്തനീയമായ ഈ പ്രസംഗത്തിന്റെ സാരാംശം കൂടി പുതിയ കാലത്തെ ബലിപെരുന്നാൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ജാഹിലിയ്യത്തിലെ എല്ലാ ക്രൈമുകളും, എല്ലാ കുറ്റകൃത്യങ്ങളും എൻ്റെ ഈ 2 കാൽപാദങ്ങൾക്കിടയിൽ കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇന്ന ദിമാഅക്കും വ അഅറാദക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ വഫീ ബലദിക്കും ഹാദാ. മനുഷ്യരെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തുമെല്ലാം ഈ മക്കയുടെ പരിശുദ്ധി പോലെ, അറഫാ ദിനത്തിൻ്റെ പരിശുദ്ധി പോലെ, ഹറമിൻ്റെ പരിശുദ്ധി പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മനുഷ്യജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മനുഷ്യൻ്റെ അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്. സൈബർ ക്രൈമുകളുടെ കാലത്താണ് ജീവിക്കുന്നത്. കിട്ടിയ വാർത്തകൾ അതിൻ്റെ ശരീരത്തികൾ അന്വേഷിക്കാതെ, എൻ്റെ സഹോദരനെ അപകീർത്തിപ്പെടുത്തുന്നതാണെങ്കിൽ പോലും ഷെയർ ചെയ്യാൻ കാട്ടുന്ന തിടുക്കം കാട്ടുന്ന ലോകത്താണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകളുടെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുറേ സഹോദരങ്ങൾ ഇവിടെയുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ട പോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതേപോലെ നിങ്ങളുടെ സമ്പത്ത് അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഏതുപോലെ എന്നറിയോ? അതിൻ്റെ പവിത്രത അറഫാ ദിനത്തിൻ്റെ പവിത്രത പോലെയാണ്, ഹറമിൻ്റെ പവിത്രത പോലെയാണ്, ആ മാസത്തിൻ്റെ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രത പോലെയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗത്തിലൂടെ കടന്നു പോകുന്നത്. പിന്നെ പറയാം, ലാ ഫദ്ല ലിഅറബിയ്യിൻ അല അജബി. ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല, ഒരു പ്രിവിലേജും ഇല്ല. ഒരു അറബിക്ക് അനറബിയേക്കാൾ ഇസ്ലാമിലൊന്നുമില്ല. എല്ലാവരും സമന്മാരാണ്. സമത്വത്തിൻ്റെ വലിയൊരു സന്ദേശം. വലാലി അബ്യദ അലാ അസ്വദ്. വർണ്ണത്തിൻ്റെ പേരിൽ, തൊലിവെളുപ്പിൻ്റെ പേരിൽ ഇസ്ലാമിൽ മനുഷ്യർക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. അതാണ് ഇസ്ലാം കാണിച്ചത്. കറുകറുത്ത ചുരുണ്ട മുടിയുള്ള, അല്ലെ, മുന്നോട്ട് തൂങ്ങിയ ചുണ്ടുകളുള്ള ആഫ്രിക്കൻ നീഗ്രോ അടിമകളുടെ എല്ലാ ശാരീരികമായ സവിശേഷതകളുമുള്ള ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ മുഅദ്ദിനു റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഅദ്ദിൻ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തിയ മതം. ആ ബിലാലും പേർഷ്യക്കാരനായ വെളുവെളുത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും അടുത്തടുത്ത് നിൽക്കുന്ന ഇസ്ലാമിൻ്റെ, സ്വലാത്തിൻ്റെ, ജമാഅത്ത് നമസ്കാരത്തിൻ്റെ, സമത്വത്തിൻ്റെ സന്ദേശം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടി ഉറപ്പിച്ച് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പറയാനുള്ളത് അധികവും ഇത്തരത്തിലുള്ള വിഷയങ്ങളായിരുന്നു. പിന്നെ പറയാൻ, അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഫിന്നിസാ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരോടാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരോട് എങ്ങനെ പെരുമാറണം. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നടക്കുകയാണ്.
എന്താണ് സ്ത്രീയുടെ സ്ഥാനം എന്നതിനെ കുറിച്ച് ഉത്തരാധുനിക കാലത്തും ചർച്ചകൾ നടക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയ സഹാബത്തിനോട് പറയാ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു അമാനത്ത് എന്ന നിലക്കാണ് അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഒരു കലിമത്തിന്റെ പേരിലാണ് അവരുമായി ശാരീരിക ബന്ധത്തിന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ നിങ്ങളുടെ സ്ത്രീകളുടെ വിഷയത്തിൽ. നോക്കൂ നിങ്ങൾ, ഇതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുവാനുള്ളത്. ഒരേപോലെ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ പഠിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രസംഗം പോലും കടന്നു പോയിട്ടുള്ളത്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. ഈ ബലിപെരുന്നാൾ ഈദുൽ അദ്ഹ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ എന്നും നമ്മൾ പറയുന്ന മനോഹരമായ 2 പദങ്ങളാണ്. പക്ഷേ അതെത്രത്തോളം എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ത്യജിക്കാനുള്ള സന്നദ്ധത ഉണ്ടോ? പടച്ചവന് വേണ്ടി ത്യജിക്കാൻ, അള്ളാഹിൻ്റെ താല്പര്യത്തിന് വേണ്ടി, അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ത്യജിക്കാൻ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമ്മളൊക്കെ എന്തുമാത്രം മാനസികമായി അതിന് വളർച്ച നേടിയിട്ടുണ്ട് എന്ന് കൂടി ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായി, മുസ്ലിമുകളായി, നേരത്തെ പറഞ്ഞ പോലെ അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പരിപൂർണമായി കീഴൊതുങ്ങി ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. പെരുന്നാളുകൾ മുസ്ലിമുകൾക്ക് 2 ആഘോഷങ്ങളാണുള്ളത്. 2ഉം ആഘോഷിക്കുവാനുള്ളതാണ്. ഇസ്ലാം നിങ്ങൾക്ക് വരച്ചു വെച്ചിട്ടുള്ള അതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹറാമിലേക്ക് പോവാത്ത എല്ലാ ആഘോഷങ്ങളും ഇസ്ലാമിൽ അനുവദനീയമാണ്. ഹറാമിലേക്ക് പോവാത്ത എല്ലാ ആഘോഷങ്ങളും ഇസ്ലാമിൽ അനുവദനീയമാണ്. ഈ പെരുന്നാളിന് അത് ഉണ്ടാവണം. അതില്ലാതായി പോകുമ്പോഴാണ് പുതിയ തലമുറകളൊക്കെ ഹറാമുകളിലേക്ക് കടന്നു പോകുന്നത്. അത്തരത്തിലുള്ള ആഘോഷങ്ങൾ, ഗൃഹസന്ദർശനങ്ങൾ, ബന്ധങ്ങൾ പുതുക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ ആയി ഈ ഒരു സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പിഴവുകളും, കുറ്റങ്ങളും, തെറ്റുകളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, ആദർശ ബന്ധുക്കളുണ്ട്, സ്നേഹജനങ്ങളുണ്ട്, സുഹൃത്തുക്കൾ, നാട്ടുകാർ, അല്ലാഹുവേ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് ചേർക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഇന്ന് ഇവിടുന്ന് തന്നെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ. ഈ പള്ളിയിലെ പ്രസിഡന്റിൻ്റെ സഹോദരൻ പെട്ടെന്നൊരു അസുഖം വന്ന് വിദേശത്ത് ഹോസ്പിറ്റലിൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനടക്കം അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ശിഫ നൽകണമേ റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ള, നമ്മോടൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്, നാട്ടുകാരുണ്ട്. അല്ലാഹുവേ അവരുടെ മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. നീ അല്ലാതെ ശിഫ നൽകുവാൻ ആരുമില്ല. നിന്റെ ശിഫയാണ് ഒരു രോഗത്തെയും ഒഴിവാക്കാത്ത ശിഫ. അല്ലാഹുവേ നിന്റെ ശിഫ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ നാഥ. മുസ്ലിം ലോകം വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന ഒട്ടേറെ പ്രയാസങ്ങളുണ്ട്. ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന അത്തരത്തിലുള്ള മുഴുവൻ പ്രയാസങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ ഉലമാക്കളും ഉമറാക്കളുമുണ്ട്, പണ്ഡിതന്മാരും നേതാക്കളുമുണ്ട്. ഈ സമുദായത്തെ, ഈ സമൂഹത്തെ പക്വതയോടെ നയിക്കുവാനുള്ള വൈജ്ഞാനികവും ഈമാനികവുമായ കരുത്തും ബലവും നൽകി ഞങ്ങളെ പണ്ഡിതന്മാരെയും നേതാക്കളെയും അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.